Welcome back to the USS class. USS Mathematics Previous and Expected Questions and Answers 2021. നമ്മുടെ USS എക്സാമുകൾക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഈ വർഷം അഥവാ 2021 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. USS എക്സാമിന് ഈ വർഷത്തെ COVID-19 കാരണം നമ്മുടെ സിലബസിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. 5th-ലെയും 6th-ലെയും കണ്ടന്റിന് പുറമെ നമ്മുടെ 7th-ലെ ഒക്ടോബർ വരെയുള്ള പോർഷൻസാണ് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അത്തരം കണ്ടന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇനിയുള്ള ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് 6th-ലെ പോർഷൻസിൽ വരുന്നതാണ്. ഇൻ ദ പിക്ചർ ബിലോ ദി ഷെയ്ഡഡ് പോർഷൻ ഈസ് 4/5 ഓഫ് ദി സർക്കിൾ. ഈ പിക്ചറിൽ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഫ്രാക്ഷന് 4/5 പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. മെഷർമെൻറ്റ് ഓഫ് ദി ആംഗിൾ MON. ഈ ആംഗിളിൻ്റെ മെഷർമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇത് എത്ര പാർട്ടുണ്ട് എന്നുള്ളത് കാണാം. അൺഷെയ്ഡഡ് പോർഷൻ ആണ് ഇത്. അൺഷെയ്ഡഡ് പോർഷൻ ഈസ് ഈക്വൽ ടു ടോട്ടലി 5/5 പാർട്ട് ഉണ്ടാവും. കാരണം 4/5 പാർട്ട് ഷെയ്ഡ് ചെയ്തത് കൊണ്ട് ടോട്ടൽ പാർട്ട് 5/5 ആയിരിക്കും. അതിൽ നിന്നും ഈ 4/5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പാർട്ടാണ് അൺഷെയ്ഡഡ് പോർഷന്. അപ്പോൾ അൺഷെയ്ഡഡ് പോർഷൻ ഈസ് ഈക്വൽ ടു 1/5. ഇനി ഇതിൻ്റെ ആംഗിൾ മെഷർമെൻ്റ് ആണ് നമുക്ക് കാണേണ്ടത്. അതുകൊണ്ടാണ് അൺഷെയ്ഡഡ് പോർഷൻ ഇവിടെ കണ്ടിട്ടുള്ളത്. ഇനി ആംഗിൾ MON ഈസ് ഈക്വൽ ടു 1/5 ഇൻറ്റു 360. എത്ര പാർട്ടാണോ നമുക്ക് ആ ഭാഗത്ത് വരുന്നത് അതിനെ 360 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 360 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ മെഷർമെൻ്റ് ആണ്. അപ്പോൾ 1/5 ഇൻറ്റു 360 ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 360 360 360 ഡിവൈഡ് ബൈ 5 ഈസ് 72 ഡിഗ്രിയാണ് ഇതിൻ്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, A number when divided by 779 gives a remainder 47. ഏതോ ഒരു നമ്പർ, ആ നമ്പറിനെ 779 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള റിമൈൻഡർ 47 ആണ്. ബൈ ഡിവൈഡിങ് ദ സെയിം നമ്പർ ബൈ 19. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള അതേ നമ്പറിനെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വുഡ് ബി ദ റിമൈൻഡർ എത്രയായിരിക്കുന്നു? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ഒരു നമ്പറിനെ വേറെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ഇന്നതാണ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഈസ് ഈക്വൽ ടു ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിവിടെ 779 ആണ്. അതിനോടുകൂടെ ആ റിമൈൻഡർ ആഡ് ചെയ്യാം. ഇതിവിടെ ബാലൻസ് ആണല്ലോ, ആ ബാലൻസ് ആയിട്ടുള്ള റിമൈൻഡർ ഇതിനോട് കൂടിയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ കിട്ടും. ഒന്നുകൂടി പറയാം, ഡിവൈഡ് ചെയ്യേണ്ട നമ്പറിനെ റിമൈൻഡർ കൊണ്ട് ആഡ് ചെയ്യുക, രണ്ടും കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ കിട്ടും. ഇപ്പോൾ നമ്പർ കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ നമ്പറിനെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വരുന്ന റിമൈൻഡർ എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യന്. ഇപ്പോൾ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ആൻസർ കിട്ടും. ആ നമ്പറിനെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 19 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള കോഷ്യന്റ് 43 ആണ്. അവിടെ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് റിമൈൻഡർ 9 കിട്ടും. ഈ 9 ആണ് ആൻസർ. അപ്പം നമ്പർ കിട്ടാനുള്ള എളുപ്പവഴി തന്നിട്ടുള്ള ഡിവൈഡ് ചെയ്യേണ്ട നമ്പറിനെ റിമൈൻഡറും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്പർ കിട്ടും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഇതും 6th-ലെ കണ്ടന്റ് ആണ്. 1 ലിറ്റർ ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ. 1 ലിറ്റർ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഹൗ മെനി ക്യൂബിക് മില്ലിമീറ്റർ ഓഫ് വാട്ടർ വിൽ ബി 0.1 ക്യൂബിക് സെൻറ്റിമീറ്റർ. എങ്കിൽ 0.1 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്യൂബിക് മില്ലിമീറ്റർ ആണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ തന്നിട്ടുള്ളത് 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് 0.1 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്യൂബിക് മില്ലിമീറ്റർ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഈ കാര്യം ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. 1 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ക്യൂബിക് മില്ലിമീറ്റർ ആണ്. 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1000 ക്യൂബിക് മില്ലിമീറ്റർ. ഇത് ഓർമ്മിച്ച് വെക്കുക.
എന്നാൽ മാത്രമേ ക്വസ്റ്റ്യന് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 1000 ക്യൂബിക് മില്ലിമീറ്റർ. ഇനി ഇതിൽ നിന്നും നമുക്ക് വേണ്ടത് 0.1 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഇനി ഈ 1 എന്നുള്ളത് 0.1 ക്യൂബിക് സെൻറ്റിമീറ്റർ ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ 1നെ 0.1 ആക്കണമെങ്കിൽ 1നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഏത് നമ്പറിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമ്പർ ഇപ്പുറത്തേക്ക് ഡെസിമൽ മാറി വരും. ഇതിനിപ്പോൾ ഡെസിമൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡെസിമൽ പുറമെയാണ്, ഡെസിമൽ ഇല്ല, പുറമെയാണ് ഡെസിമൽ ഉള്ളത്. അപ്പോൾ ഒരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു 10 ഉള്ള നമ്പർ ആയിട്ടുള്ള 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു നമ്പർ ഇപ്പുറത്തേക്ക് വരും ഡെസിമൽ. അപ്പോൾ ഡെസിമൽ വന്നു കഴിഞ്ഞാൽ 0.1 ആയിട്ട് മാറി. അപ്പോൾ 1 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത സമയത്ത് 0.1 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നായിട്ട് മാറി. പിന്നെ നമ്മളിവിടെ ഒരു എക്സ്ട്രാ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ 1000നെയും ആ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1000നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1000/10 ഈസ് ഈക്വൽ ടു 100 ക്യൂബിക് മില്ലിമീറ്റർ. നോക്കാം, ഈ ഒരൊറ്റ ആശയത്തിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1000 ക്യൂബിക് മില്ലിമീറ്റർ. ഇത് പഠിച്ചു വെക്കാം. ഇതിൽ നിന്ന് തന്നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 1നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ വേണ്ട 0.1 കിട്ടി. എന്താണോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ അതേ 10 കൊണ്ട് തന്നെ 1000നെയും ഡിവൈഡ് ചെയ്തു. 1000നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ആൻസർ 100 ക്യൂബിക് മില്ലിമീറ്റർ. ഇതാണ് ആൻസർ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇത് 7th സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിൽ വരുന്ന ഭാഗമാണ്. ഇഫ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ബൈ 169 ഇസ് ഈക്വൽ ടു 36/26 ദെൻ എക്സ് ഈസ് ഈക്വൽ ടു. ഇപ്പോൾ ഇവിടെ എക്സ് ബൈ 169 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36/26 ആണ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് 169ൻ്റെ സ്ക്വയർ റൂട്ട് ആണോ 26? അല്ല. 169 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13ൻ്റെ സ്ക്വയർ ആണ്. അഥവാ 169ൻ്റെ സ്ക്വയർ റൂട്ട് 13 ആണ് വരേണ്ടത്. ആ 13 വരേണ്ട സ്ഥാനത്ത് ഇവിടെ 26 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഈ 13നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് 26 കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതേ ചേഞ്ച് തന്നെയായിരിക്കും മുകളിലും വരേണ്ടത്. ഏതോ ഒരു നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള നമ്പറാണ് 36. ഇപ്പോൾ ഏത് നമ്പറിനെയാണ്? 2 × 18 ആണ് 36. അപ്പോൾ ഇവിടെ 2 × 13 ആയിരുന്നു 26. എന്നിട്ട് ആ 13ൻ്റെ സ്ക്വയർ ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ആണെങ്കിൽ 2 × 18 ആണ് 36. അപ്പോൾ ആ 18ൻ്റെ സ്ക്വയർ ആയിരിക്കും ഇവിടെ വരേണ്ടത്. അപ്പോൾ 18 സ്ക്വയർ ഈസ് ഈക്വൽ ടു 324 ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് വരേണ്ട നമ്പർ 324 ആണ്. ഇതാണ് ആൻസർ. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ. Question number 5. The greatest 4-digit number which is divisible by each one of the numbers 12, 18 and 21. 12, 18, 21 ഈ 3 നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്രേറ്റസ്റ്റ് 4-digit നമ്പറാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഏറ്റവും ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ LCM ആണ് കാണേണ്ടത്. 3 നമ്പറിനെയും കൊണ്ട് ഒരുമിച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പറാണ് കാണേണ്ടത്. അപ്പോൾ ഈ 3 നമ്പറിൻ്റെയും കൂടെ LCM നമുക്കിവിടെ ഒന്നിച്ച് കണ്ടുപിടിക്കുക. അതാണ് ഈ ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഈ മെത്തേഡ് നോക്കുക. 3 നമ്പറിനെ ഒന്നിച്ച് എഴുതുക, 12, 18 ആൻഡ് 21. ഇനി 3നും ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നമ്പർ ഉണ്ടോ നോക്കുക. ഉണ്ട്, 3 ഉണ്ട്. 12ൽ 3 4 ടൈംസ്, 3 4s are 12. 18ൽ 3 6 ടൈംസ്, 6 3s are 18. 21ൽ 3 7 ടൈംസ്, 7 3s are 21. ഇനി താഴെ 4 6 7 കിട്ടി. ഈ 3 നമ്പറിനെയും ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നമ്പർ നമുക്ക് ഇല്ല. പക്ഷേ 4നെയും 6നെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7ന് സാധിക്കില്ല. കുഴപ്പമില്ല, 2 നമ്പർ ഉണ്ടെങ്കിൽ അതെടുക്കുക. 2 എടുത്തു. ഇനി 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4ൽ 2 2 ടൈംസ്, 2 2s are 4. 6ൽ 2 3 ടൈംസ്, 3 2s are 6. ഇനി 7 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ വരും. അപ്പോൾ 7 അതേപോലെ തന്നെ താഴേക്ക് ഇടാം. ഓക്കെ. ഇനി 2 3 7 കിട്ടി.
ഇനി ഇതിൽ മൂന്നിനെയും ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ നമുക്കില്ല. മൂന്നിൽ ഏതെങ്കിലും ഒരു നമ്പർ ഇവിടെ കൊടുക്കുക. 2 കൊടുത്തു. 2 2 1 ടൈംസ് 2 1s are 2. നെക്സ്റ്റ് 3നെ നമുക്ക് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് 3 അതേപോലെ തന്നെ ഇട്ടു. അതേപോലെ തന്നെ 7നെയും 2 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് 7 അതേപോലെ തന്നെ താഴേക്കിടാം. 3 ഡിഫറെൻറ്റ് നമ്പേഴ്സാണ് വന്നത്. 1 3 7. അപ്പോൾ 1നെ നമുക്ക് സൈഡിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. 1നെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായാലും സെയിം നമ്പർ തന്നെയാണ് വരിക. അപ്പോൾ ഒന്നെങ്കിൽ 3യോ 7ഓ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. ഞാൻ 3 കൊടുത്തു. അപ്പോൾ 1നെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് 1 അതേപോലെ താഴേക്ക് ഇട്ടു. 3ൽ 3 1 ടൈംസ് 1 3s are 3 ആണ്. 7 അതേപോലെ തന്നെ താഴേക്കിടുക. ഓക്കെ, ഇനി 1 1 7. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 7 കൊടുക്കാം. 7 1നെ താഴേക്കിടുക, അടുത്ത 1നെയും താഴേക്കിടുക. 7ൽ 7 1 ടൈംസ്. ഇതാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഇനി LCM കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ നമ്പേഴ്സും തമ്മിൽ എന്ത് ചെയ്യുക? താഴെയുള്ളതും ഈ സൈഡിലുള്ള നമ്പറായിട്ടെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമുക്ക് 1 ആയതുകൊണ്ട് തന്നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഇല്ലെങ്കിലും ഒരേ ആൻസർ തന്നെയാണ് വരിക. അപ്പോൾ 1 × 1 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 1 തന്നെയാണ്. ആ 1നെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്താലും ഇവിടെ കിട്ടുന്ന ആൻസർ തന്നെയാണ് വരിക. അപ്പോൾ നമുക്ക് ഈ 1നെ വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ LCM കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LCM is equal to 3 × 2 × 2 × 3 × 7. അതാണിത്. is equal to 252. അപ്പോൾ ഈ 3 നമ്പറിൻ്റെയും LCM കിട്ടി. ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന ആൻസർ ആയിട്ടുള്ള 252 ആണ് ഇതിൻ്റെ LCM. ഇനി നമുക്ക് ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ കണ്ടുപിടിക്കണം. ഈ 3 എണ്ണത്തിനെയും ഡിവിസിബിൾ ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ കണ്ടുപിടിക്കണം. അതിന് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് ഏറ്റവും വലിയ 4 ഡിജിറ്റ് നമ്പർ എടുക്കുക. ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഏതാണ്? 9999. അപ്പോൾ ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഈസ് ഈക്വൽ ടു 9999. ഇനി ഈ ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റ് നമ്പറിനെ നമുക്ക് കിട്ടിയിട്ടുള്ള LCM കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഞാൻ 9999നെ 252 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് ആൻസർ 39 കോഷ്യൻ്റ് കിട്ടി. അവിടെ റിമൈൻഡർ വന്നു 171. ഈ റിമൈൻഡറിനെ നമുക്ക് ഒഴിവാക്കണം. ഈ റിമൈൻഡറിനെ നമ്മുടെ ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റ് നമ്പറിൽ നിന്നും മൈനസ് ചെയ്യാം. അപ്പോൾ ചെയ്തിട്ടുള്ളത് ഏറ്റവും വലിയ 4 ഡിജിറ്റ് നമ്പറിനെ നമുക്ക് കിട്ടിയിട്ടുള്ള LCM കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഉണ്ടല്ലോ, ആ റിമൈൻഡർ ആയിട്ടുള്ള 171നെ ഈ വലിയ 4 ഡിജിറ്റ് നമ്പറിൽ നിന്നും മൈനസ് ചെയ്യുക. 9999 മൈനസ് ചെയ്യുക. -171 is equal to 9828. ഇതാണ് ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ ഈച്ച് ഓഫ് ദി നമ്പേഴ്സ് 12, 18 and 27. 12ഉം 18ഉം 27നെയും ഒരുപോലെ ഡിവിസിബിൾ ആയിട്ടുള്ള 4 ഡിജിറ്റ് നമ്പർ, ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഇതാണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്തരം 5 ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്.